പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. വചനവുമായി വീണ്ടും വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം മത്തായി 25:21. വിശുദ്ധ മത്തായി 25-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. ഇത് ആ താലന്തുകളുടെ ഉപമയിലുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് 5 താലന്ത് യജമാനൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരാൾക്ക് 5 താലന്ത് കൊടുക്കുന്നു, വേറൊരുവന് 2 താലന്ത് കൊടുക്കുന്നു, വേറൊരുവന് 1 താലന്ത് കൊടുക്കുന്നു. 5 കിട്ടിയവനത് 10 ആക്കുന്നു, 2 കിട്ടിയവനത് 4 ആക്കുന്നു, 1 കിട്ടിയവൻ ഒന്നും ചെയ്യാതെ ആ താലന്ത് കുഴിച്ചിടുന്നു. അപ്പോൾ ദൈവം നമുക്കെല്ലാവർക്കും കഴിവുകൾ നൽകിയിരിക്കുന്നു. നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. എപ്രകാരമാണ് നമ്മൾ നമ്മുടെ കഴിവുകൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജനങ്ങളെ, മറ്റുള്ളവരെ സേവിക്കുവാനായി ഉപയോഗിച്ചത് എന്നുള്ളതിന് നമ്മൾ ഓരോരുത്തരും കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ പ്രസംഗിക്കാൻ കഴിവുള്ളവർ പ്രസംഗിക്കണം, വചനം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവർ വചനം വ്യാഖ്യാനിക്കണം. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവുണ്ടാവില്ല, അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം. ഇപ്പം മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിയുന്നവർ മറ്റുള്ളവരെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാം. അത് ഒരു ട്യൂഷനൊക്കെ പോകാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവരെ പഠിപ്പിക്കാം. അതും ഒരു പ്രേക്ഷിത വേല തന്നെ. ചിലപ്പോൾ നമുക്ക് സമയമുണ്ടാകും, ഏകാന്തതയിൽ കഴിയുന്നവരുണ്ടാകാം, അപ്പം നമുക്ക് അവരെ വിസിറ്റ് ചെയ്യാം, രോഗി സന്ദർശനങ്ങൾ നടത്താം. പക്ഷെ പലപ്പോഴും ഇവിടെ എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് പറ്റുന്ന ചില പ്രശ്നം, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് പ്രസാദകരവരം കിട്ടി. പക്ഷെ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഈ പുസ്തകം ഒരു അടിപൊളി പുസ്തകമായിരിക്കണം, അല്ലെങ്കിൽ ഒരു ലോകോത്തര നിലവാരത്തിലുള്ള പുസ്തകമായിരിക്കണം എന്ന നിർബന്ധം. അവസാനം എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അതേസമയം ഒരു പുസ്തകത്തിൻ്റെയൊക്കെ മഹത്വം നിർണയിക്കപ്പെടുന്നത് അത് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ്, അത് എഴുതാൻ തുടങ്ങുമ്പോഴല്ല. അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനവും. അതും എനിക്ക് പ്രോബ്ലമാണ്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹം, പക്ഷേ അത് ഒരിക്കലും നടക്കുകയില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നിരിക്കുന്ന ഒരു വരദാനമാണ് നമ്മുടെ സമയം. ആ സമയം നമ്മൾ എപ്രകാരം ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾക്കായി വിനിയോഗിക്കുന്നു എന്നുള്ളതിന് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. അത് വലിയ കാര്യങ്ങളാകാം, ചെറിയ കാര്യങ്ങളാകാം. പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ളത് ചെറിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ വിശുദ്ധ തെരേസ ഓഫ് ലിസിയോ പറഞ്ഞിട്ടുണ്ട്,
ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുവാനാണ് വിശുദ്ധ തെരേസ, ലിസ്യുവിലെ തെരേസ നമ്മളോട് പറയുന്നത്. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് നമ്മൾ ഭയങ്കര വിശുദ്ധിയിലൊക്കെ വളർന്ന് അങ്ങനെ വലിയ VIP ആവണമെന്നില്ല. എല്ലാ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ ചെയ്യുക. അത് നമുക്ക് നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ അയൽവാസികൾക്കായി ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഓഫീസിൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ വഴിയിൽ കണ്ടുമുട്ടുന്നവരുമായി എല്ലാം അത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വ്യാപാരങ്ങളിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ചെറിയ കാര്യങ്ങൾ വളരെയധികം സ്നേഹത്തോടെ ചെയ്യുക. അപ്പോൾ വീണ്ടും അതിന് പറയുന്ന അസിസ്റ്റൻ്റായ ഇംഗ്ലീഷിൽ ലിറ്റിൽ വേ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധിയിലേക്കുള്ള ഒരു ചെറിയ മാർഗം. ലിറ്റിൽ വേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സെയിൻറ്റ് തെരേസ ലിസ്യുവിൻ്റെ ഒരു മാർഗം നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, നടപ്പാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യങ്ങളും കൂടുതൽ സ്നേഹത്തോടെ ചെയ്യുക. അപ്പോൾ എന്നിട്ട് വീണ്ടും പറയുന്നു, ഇൻ ദിസ് ലൈഫ് വി കനോട്ട് ഡു ഗ്രേറ്റ് തിങ്സ്, വി ക്യാൻ ഓൺലി ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ കാത്തിരുന്നാൽ അത് നടക്കാൻ പോകുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്തു തുടങ്ങുന്നതിലാണ് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് മദർ തെരേസ. ആ തെരേസ എന്നുള്ള നാമം തന്നെ സ്വീകരിച്ചിരിക്കുന്നത് സെയിൻറ്റ് തെരേസ ഓഫ് ലിസ്യു എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് മദർ തെരേസ എന്നുള്ള നാമം സ്വീകരിച്ചത്. മദർ തെരേസ പാവങ്ങളെ പേഴ്സണലി ഒരു ഗ്രൂപ്പിനെ ഒന്നുമല്ല സെർവ് ചെയ്തത്. ഓരോ വ്യക്തികളുമായിട്ട് വ്യക്തിഗത ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം സ്നേഹത്തോടെ ഉപകാരം അല്ലെങ്കിൽ പരിചരണം നൽകി വൺ അറ്റ് എ ടൈം. അങ്ങനെയാണ് മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന ആ ഒരു മഠത്തിനെ, ആ ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചെടുത്തത്. അപ്പം ആദ്യം തുടങ്ങിയത് ഒരു വഴിയിൽ കിടന്ന് ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പിന്നെ അത് 2ആയി 3ആയി അങ്ങനെ കൂടി വന്ന് അതൊരു വലിയ ക്രിസ്തുവിൻ്റെ സ്നേഹം അഗതികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വളരുകയായിരുന്നു. മദർ തെരേസ എപ്പോഴും പറയുന്നൊരു കാര്യം, നമുക്ക് ഇന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലെറ്റ് us begin today itself. We have only today. Let us begin. അത് മദർ തെരേസയുടെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാചകമാണ്. നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാതെ ഈ നിമിഷം മുതൽ നമുക്ക് നമ്മൾ എന്ത് മറ്റുള്ളവർക്ക് ചെയ്യുകയാണെങ്കിലും അത് കൂടുതൽ സ്നേഹത്തോടെ വളരെ സിൻസിയറായി ചെയ്ത് തുടങ്ങാം. അപ്രകാരം ചെയ്യുക വഴി
അന്ത്യവിധി നാളിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കുമ്പോൾ പാഴായിപ്പോയ താലന്തുകൾ നമ്മൾക്ക് കുറവായി തീരട്ടെ. നമ്മുടെ ഇനിയുള്ള സമയം നമുക്ക് മറ്റുള്ളവർക്ക് വലിയ സ്നേഹത്തോടുകൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്ക് വിശുദ്ധിയിലേക്ക് പടിപടിയായി മുന്നേറാം. വലിയ വലിയ കാര്യങ്ങൾ കുറിച്ച് ബോധർ ചെയ്ത് ഒന്നും ചെയ്യാതിരിക്കല്ലേ എന്നാണ് വിശുദ്ധ തെരേസ നമ്മളോട് പറയുന്നത്. എനിക്കത് വളരെ പ്രാക്ടിക്കലായിട്ട് തോന്നി. വലിയ വലിയ എനിക്ക് തന്നെയുള്ളൊരു ഏറ്റവും വലിയൊരു ഇതാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, വലിയ വലിയ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അവസാനം ഒന്നും ചെയ്യാത്ത അവസ്ഥ. അപ്പം ഇവിടെ ഒരു മാർഗം നമുക്ക് തുറന്നു കിട്ടുകയാണ്. ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെയധികം സ്നേഹത്തോടുകൂടെ മറ്റുള്ളവർക്കായി ചെയ്യുവാൻ നമുക്ക് ശീലിക്കാം. അതുപോലെ തന്നെ ഇത് അടുത്ത നിമിഷം മുതൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ സാധിക്കും. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. God bless.